കോടിക്കണക്കിന് വരുന്ന തൊഴിലാളികൾക്ക് ആശ്വാസം നൽകുന്ന ഒരു സുപ്രധാന പ്രഖ്യാപനവുമായി കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നു. കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ തുടക്കം കുറിച്ച ഈ പുതിയ പദ്ധതിയുടെ പേരാണ് എംപ്ലോയി എൻറോൾമെന്റ് സ്കീം 2025. രാജ്യത്തെ എല്ലാ തൊഴിലാളികളെയും സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വാർത്തയാണ്. എന്താണ് ഈ പദ്ധതി? ഇതുകൊണ്ട് സാധാരണക്കാരായ തൊഴിലാളികൾക്ക് എന്ത് പ്രയോജനമാണ് ലഭിക്കാൻ പോകുന്നത്? നമുക്ക് വിശദമായി നോക്കാം. നമുക്കറിയാം, ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ഇപ്പോഴും സംഘടിത മേഖലയുടെ ഭാഗമല്ല. അതായത് അവർക്ക് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ EPF പോലുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ പരിരക്ഷ ലഭിക്കുന്നില്ല. ഇതിനൊരു മാറ്റം കൊണ്ടുവരിക എന്നതാണ് ഈ പുതിയ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇതുവരെ EPFOയിൽ രജിസ്റ്റർ ചെയ്യാത്ത ജീവനക്കാരെ അതിന്റെ ഭാഗമാക്കാൻ കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, കമ്പനികൾ എന്തിനാണ് ഇത് ചെയ്യാൻ മടിക്കുന്നതെന്ന്. പലപ്പോഴും ചില കമ്പനികൾ മുൻകാലങ്ങളിൽ തങ്ങളുടെ ജീവനക്കാർക്ക് PF ആനുകൂല്യം നൽകിയിട്ടുണ്ടാവില്ല. പിന്നീട് നിയമപരമായി രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ പഴയ കുടിശ്ശികയും വലിയ പിഴയും അടയ്ക്കേണ്ടി വരുമോ എന്ന ഭയം കാരണം പലരും അതിന് തയ്യാറാവില്ല. എന്നാൽ ഈ പുതിയ പദ്ധതി ആ ഭയം പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ്. 2025 നവംബർ മുതൽ നിലവിൽ വരുന്ന ഈ നിയമപ്രകാരം മുൻകാലങ്ങളിൽ PF വിഹിതം അടയ്ക്കാൻ വിട്ടുപോയ കമ്പനികൾക്ക് ജീവനക്കാരുടെ പഴയ വിഹിതം മുഴുവനായി അടയ്ക്കേണ്ടതില്ല. പകരം വെറും 100 രൂപയുടെ നാമമാത്രമായ ഒരു പിഴയടച്ച് അവർക്ക് പുതിയതായി രജിസ്റ്റർ ചെയ്യാം. ഇത് കമ്പനികൾക്ക് വലിയൊരു ആശ്വാസമാണ്. ഒപ്പം ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് EPF സുരക്ഷ ലഭിക്കാൻ ഇത് വഴിയൊരുക്കുകയും ചെയ്യും. ഇത് മാത്രമല്ല, EPFOയുടെ പ്രവർത്തനം കൂടുതൽ വേഗത്തിലും സുതാര്യമാക്കാൻ ഒരു പുതിയ പ്ലാറ്റ്ഫോം ഉടൻ വരുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. EPFO 3.0 എന്ന് പേരിട്ടിരിക്കുന്ന ഈ സംവിധാനം വരുന്നതോടെ പണം പിൻവലിക്കുന്നതും മറ്റ് സേവനങ്ങൾക്കുമെല്ലാം കൂടുതൽ എളുപ്പമാകും. ഫേസ് ഓതന്റിക്കേഷൻ, അതായത് മുഖം കാണിച്ച് പെൻഷൻ വാങ്ങാനുള്ള സൗകര്യം, കേന്ദ്രീകൃത പെൻഷൻ വിതരണ സംവിധാനം തുടങ്ങിയ പല ഡിജിറ്റൽ മാറ്റങ്ങളും ഇതിനോടകം നടപ്പാക്കി കഴിഞ്ഞു. രാജ്യത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കൂടുതൽ ആളുകളെ ഔപചാരിക തൊഴിൽ മേഖലയിലേക്ക് കൊണ്ടുവരാനും സർക്കാർ ലക്ഷ്യമിടുന്നു. ഇതിന്റെ ഭാഗമായി രാജ്യത്ത് 3.5 കോടി പുതിയ തൊഴിലുകൾ സൃഷ്ടിക്കാനും സർക്കാർ പദ്ധതിയിടുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഈ പുതിയ പദ്ധതി ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരും. അവർക്കും അവരുടെ കുടുംബത്തിനും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കാനും വിരമിക്കൽ കാലത്തേക്ക് ഒരു സമ്പാദ്യം നൽകാനും ഇത് സഹായിക്കും. ഇന്ത്യയിലെ ഓരോ തൊഴിലാളിക്കും സുരക്ഷിതമായ ഒരു ഭാവി ഉറപ്പാക്കാനുള്ള വലിയൊരു ചുവടുവയ്പ്പാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.